സോഷ്യൽ മീഡിയ വഴി ചെറുപ്പക്കാരന് വേണ്ടി ഒന്നിക്കുകയും അത് ഒരു വലിയ ആൾക്കൂട്ടമായിട്ട് തിരുവനന്തപുരത്ത് മാറുകയും 10,000-ലധികം യുവാക്കൾ തിരുവനന്തപുരത്ത് വലിയ സമരം നടത്തുകയും ചെയ്തിട്ടുണ്ടായപ്പോൾ പവർ ഓഫ് സോഷ്യൽ മീഡിയ ജനകൂട്ട കാലഘട്ടത്തെ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കും എന്ന് ഞാൻ എഴുതുന്നു. സമാനമായ രീതിയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കാലഘട്ടം കേരളത്തിൽ നിന്നല്ല ഇന്ന് ലോകത്തിലെ ഓരോ ജനതയും എന്ത് ചിന്തിക്കണം, എന്ത് സംസാരിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെയുള്ളത് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ കണ്ണൂരിലേക്ക് എത്തുന്ന റീലുകളും വാർത്തകളും തീരുമാനിക്കപ്പെടുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്നതിലുപരി വിനോദാനത്തികൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഓരോ യുവാക്കളും രീതിയിൽ വളർന്നിരിക്കുകയാണ്. പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന പദത്തിന് വലിയൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ പോലെയുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സമൂഹത്തെ സ്വാധീനിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറട്ടെ. എന്ത് ഗോമാളിത്തരങ്ങളും എന്ത് ഗോപ്രായങ്ങളും കാണിച്ച് കണ്ടത്തിൽ വീട്ടിൽ ചെയ്യാനുള്ള ഇൻഫ്ലുവൻസിന്റെ തിരിച്ചുണ്ടാവട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. വലിയ ഒരു അർത്ഥമുള്ള പദമാണ് ഇൻഫ്ലുവൻസിങ്. അതിന്റെ ആ അർത്ഥതലത്തിലും ആ ബോധതലത്തിലും സമൂഹത്തെ നയിക്കാൻ ടിക്കറ്റ് സംഘടനയുടെ ഓരോന്നും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സിനിമയുടെ കാര്യം തുടർന്ന് തന്നെ ചർച്ച ചെയ്തപ്പോൾ രണ്ട് സന്തോഷമാണുള്ളത്. ഒന്ന്, കേരളത്തിൽ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന, ക്രിക്കറ്റിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ IPL കളിക്കാൻ ആഗ്രഹിക്കുന്ന, രാജ്യത്തിലോട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കും ഊർജ്ജം പകർന്നു നൽകിക്കൊണ്ടാണ് ക്രിക്കറ്റ് അസോസിയേഷൻ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCL കൊണ്ടുവന്നു. KCLന്റെ ഭാഗമായിട്ട് കേരളത്തിൽ 6 ടീമുകൾ വരുന്നു. ഈ 6 ടീമുകൾ ഒരു ടീമിന്റെ ഓണറാണ് നമ്മുടെ പ്രിയപ്പെട്ട റാഫേൽ ആലപ്പുഴയിലെ പ്രിൻസിപ്പൽ. അപ്പോൾ അതിന്റെ തുടർന്ന് ക്രിക്കറ്റ് ബേസ് ചെയ്ത സിസ്റ്റം എന്ന് പറഞ്ഞ സമയത്ത് 20 വർഷമായിട്ടാണ് ഞാൻ അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് തന്നെ നമ്മളാൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും ക്രിക്കറ്റ് കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും കേരള ഇൻഫ്ലുവൻസേഴ്സിന്റെ നേതൃത്വത്തിൽ അത് ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് മാറുകയും ഈ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും ഈ ഒരു സിനിമ സംഭവിക്കുകയും ചെയ്തത് ചെറിയ കാര്യമല്ല. മലയാള സിനിമ നിരവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയും കാലഘട്ടത്തിൽ ഇത്തരം ഒരു കേന്ദ്രീകരണത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്പനിയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കാലത്തിന് പിടിക്കും സഹായിക്കും. അതിന് എല്ലാ പദ്ധതികളും റാഫേലൊക്കെ ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുകയാണ്. സിനിമയുടെ ചെറിയ രീതിയിൽ ഞാൻ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം. നമസ്കാരം. ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ സെഞ്ചുറി സൂപ്പർ കിങ്സിലെ അല്ല, ചെറിയ ഭാഗമാണല്ലോ. 11 ടീമുണ്ട്, അടുത്ത ടീമിന് 11 പേരുണ്ട്. ഞാനൊരു ടീമിൽ കളിക്കുന്നു. നമുക്കൊരു ഹീറോ ആയിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ യുവ സംവിധായകൻ വിജയാണ് ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ്, റൈറ്റിംഗ്, ഡയറക്ഷൻ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഒരു ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ബോൺ ആക്ടേഴ്സ് അല്ല, ഇതിനും ആർക്കും നമ്മുടെ ആക്ടേഴ്സ്. അപ്പൊ അങ്ങനെ പറയുന്നത് ആക്ച്വലി ഇവരൊക്കെ തന്നെ ബോൺ ആക്ടേഴ്സ് ആണ്. ഇവരെന്തുകൊണ്ട് ഇനി കാണുന്ന സ്ത്രീസിന് വേണ്ടി ഈ ഒറ്റയ്ക്ക് വഴിവിട്ടി വന്നതാണ് എന്ന് പറയുന്ന പദം ഇത് കേരളത്തിലെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ചെയ്യും. കാര്യം അവർ ഒരുപാട് ശബ്ദങ്ങളുടെ മേഖലയിൽ തന്നെയാണ് സിനിമ. അവർ സിനിമയിൽ എത്താൻ വേണ്ടി പല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഒരു സ്ട്രക്ചറിന്റെ ഭാഗമാകാൻ കഴിയാതാകുമ്പോൾ അവർ അവരുടേതായ വഴിവെട്ടി സഞ്ചരിച്ചു. ആ വഴിവെട്ടി ഇനി നമ്മളീ കാണുന്ന സ്പേസിലെത്തി. അവരെല്ലാവരും നല്ല അഭിനേതാക്കളാണ്. പിന്നെ പണിയിൽ നടക്കുന്ന ഡ്രാമാറ്റിക് ആയിട്ടും സിനിമാറ്റിക് ആയിട്ടുള്ള ആക്ടിങ് സ്കിൽ നൽകുന്നു. ഒരാളെ റിയലായിട്ട് ഇൻപുട്ട് പുറത്തെടുക്കാൻ അതിനുള്ള അയാളുടെ തന്നെ പുറത്തെടുക്കാനുള്ള ശേഷി വരുന്നുണ്ട്. വിനോദം പുറത്തെടുക്കും. ആ ഔട്ട്പുട്ട് കൊടുക്കാൻ ഇവർ ഓരോരുത്തർക്കും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.